അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വിവിധ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും മോഹങ്ങളുമൊക്കെ ഉള്ളവരാണ് നാം എല്ലാവരും. എന്നാൽ പലർക്കും ആ ആഗ്രഹങ്ങളൊന്നും നിറവേറി കിട്ടാറില്ല. അതുപോലെ തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്നവരുണ്ട്. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സ്വന്തമായിട്ടൊരു വീടില്ലാത്തവരുണ്ട്, വിവാഹം ശരിയാകാത്തവരുണ്ട്. എന്നും സമാധാനമില്ലാതെ എന്നും വലിയ സങ്കടത്തോടുകൂടിയും കണ്ണീരോടുകൂടിയും ജീവിക്കുന്നവരുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലേണ്ടത് മഗ്രിബിന് ശേഷമാണ്. എന്നാൽ പാതിരാ സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്തും ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിറവേറി കിട്ടും. നിങ്ങളുടെ ദുആക്ക് ഇജാബത്തുണ്ടാകും. കാരണം ഈ ദിക്ർ അത്രക്കും വലിയ മഹത്വമുള്ള, അള്ളാഹു സുബ്ഹാനഹു തആലാക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ദിക്റാണ്. ഈ ദിക്ർ വെറും 3 പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയാൽ മതി. ഇത് 3 പ്രാവശ്യം ചൊല്ലാൻ സെക്കൻഡുകൾ മാത്രം സമയം മതി. അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങളൊക്കെ നമുക്ക് നിറവേറ്റിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ വന്നാൽ അത് പരിഹരിക്കാൻ വേണ്ടി പരിഹാരമാർഗം തേടി നമ്മൾ പല മാർഗങ്ങളും തേടിപ്പോകുന്നവരാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് രോഗം വന്നു, നമ്മൾ രോഗിയായി, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും രോഗങ്ങൾ വന്നു. എന്നാൽ ആ രോഗം ചികിത്സിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ചിലപ്പോൾ കയറി ഇറങ്ങേണ്ടി വരും. അതായത് ആ രോഗം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ യഥാർത്ഥ മരുന്നിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ വർഷങ്ങൾ പരിശ്രമിക്കേണ്ടി വരും. ഒരു രോഗം വന്നാൽ ആ രോഗത്തിന് മരുന്നുണ്ട്. എന്നാൽ ആ രോഗം ഏതാണ് എന്ന് ചിലപ്പോൾ കണ്ടെത്താൻ എല്ലാ ഡോക്ടർമാർക്കും കഴിഞ്ഞു എന്ന് വരില്ല. അതുപോലെ തന്നെയാണ് അതിൻ്റെ മരുന്ന് എവിടെയാണ് എന്ന് നമ്മൾ കണ്ടെത്താനും ഒരുപാട് സമയം എടുത്ത് എന്ന് വരും. അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ആത്മീയ കാര്യവും. നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ കടങ്ങൾ വീടിക്കിട്ടാൻ വേണ്ടിയിട്ട്, രോഗങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്, ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടുണ്ടാകും, സൂറത്തുകൾ ഓതിയിട്ടുണ്ടാകും, മാത്രമല്ല ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ടാകും, സ്വലാത്തുകൾ ചൊല്ലിയിട്ടുണ്ടാകും, ദുആ ചെയ്തിട്ടുണ്ടാകും. എന്നാൽ ഇതിനൊക്കെയും ചില ആളുകൾക്ക് വേഗം ഫലം ലഭിക്കും, മറ്റു ചില ആളുകൾക്കോ വർഷങ്ങൾ പരിശ്രമിക്കേണ്ടി വരും. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്താൽ ഉത്തരം നൽകുമെന്ന് ഉറപ്പ് പറഞ്ഞ ഒരു അമലാണ് ഇത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഏതൊരാൾക്കും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ, അവരുടെ ദുആ സ്വീകരിക്കാൻ, അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ നിങ്ങൾ ഈ ഒരു ദിക്ർ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്തു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ചെയ്യുന്ന എല്ലാ അമലിലൂടെയും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പല ആളുകളും ഇത്തരം വിഷയങ്ങൾ പറയുന്ന സമയത്ത്, ഈ അമല് പറഞ്ഞു തരുന്ന സമയത്ത് പറയുന്ന കാര്യമാണ്, പലർക്കുമുള്ളൊരു പരാതിയാണ്, എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടുന്നത്, വേഗം വിഷയം പറഞ്ഞ് അവസാനിപ്പിച്ചൂടെ എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധ ഇസ്ലാമിലെ ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരൽ അത് എൻ്റെ കടമയാണ്. മാത്രമല്ല, വീഡിയോ ചെയ്ത് അല്പം കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ആളുകളും കമൻ്റ് ചെയ്തും, പലർക്കും ആ വിഷയത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ ആർക്കും സംശയങ്ങൾ ഇല്ലാത്ത രീതിയിൽ കഴിയുന്നതും വീഡിയോയിൽ തന്നെ പറയുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. ചില ആളുകൾക്ക് ഷോർട്ടായി പറഞ്ഞാൽ തന്നെ മനസ്സിലാകും, എന്നാൽ മറ്റു ചില ആളുകൾക്ക്, ഭൂരിഭാഗം ആളുകൾക്കും മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിച്ച് വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഓരോ ഇൽമിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുമ്പോഴും നിങ്ങൾ എത്ര സമയമാണോ അതിനു വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത് ആ ഇൽമ് കേൾക്കാൻ, ഓരോ സെക്കൻഡുകൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് പ്രതിഫലം നൽകുകയാണ്.
അപ്പോൾ ഇത്തരത്തിലുള്ള ഇസ്ലാം ദീൻ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുന്നതിന് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് കൂലി നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി എത്ര വലിയ വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും ആ സമയം നഷ്ടമാകുന്നില്ല. അതിന് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ സെക്കൻഡുകൾക്കും. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അതിനുള്ള അർഹമായ പ്രതിഫലം ഇഹലോകത്തും പരലോകത്തും നമുക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു തആല നൽകുമാറാകട്ടെ. ആമീൻ. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും മഹത്വമേറിയൊരു പ്രാർത്ഥന, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥന. എന്നാൽ ഇത് ഒരു ചെറിയ ഒരു പ്രാർത്ഥനയാണ്, കുറച്ച് വാക്കുകൾ മാത്രമേ ഉള്ളൂ. ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിക്കൊണ്ട് എന്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയോട് ചോദിച്ചു കഴിഞ്ഞാലും ഇൻഷാ അല്ലാഹ് അത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ്. ഇത് പറഞ്ഞത് ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടിയായ നമ്മുടെ നബി ത്വാഹ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശ്രദ്ധാപൂർവം ഇത് കേൾക്കുകയും നിങ്ങൾ ഇത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഒരു മലക്കുണ്ട്. ആ മലക്കിനെ അവൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ. എന്താണ് ഇതിൻ്റെ അർത്ഥം? കാരുണ്യം ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കാരുണ്യം ചെയ്യുന്നവനായ അല്ലാഹ് എന്ന് അർത്ഥം വരുന്ന യാ അർഹമർ റാഹിമീൻ. ഈ ഒരു ദിക്ർ പ്രിയപ്പെട്ടവർ ഒരു വട്ടം ചൊല്ലിയാൽ തന്നെ ആ ചൊല്ലിയ ആൾ എന്താണ് പിന്നീട് അള്ളാഹുവിനോട് ചോദിക്കുന്നത്, എന്താണ് അവരുടെ ആഗ്രഹങ്ങൾ, എന്താണ് അവരുടെ പ്രയാസങ്ങൾ, എന്ത് മുറാദാണ് അവർക്ക് സഫലമായി കിട്ടേണ്ടത്, എന്ത് പ്രശ്നത്തിലൂടെയാണോ അവർ കടന്നു പോകുന്നത്, എന്ത് കുടുക്കിലാണോ അവർ പെട്ടുപോയിട്ടുള്ളത്, ഇതൊക്കെയും നോക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ മലക്ക് നോക്കി നിൽക്കുകയാണ്. അള്ളാഹുവിൻ്റെ അടിമ യാ അർഹമർ റാഹിമീൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത് അവർക്ക് നിറവേറ്റി കൊടുക്കുവാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഏൽപ്പിച്ച ആ മലക്ക് നോക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്ന ഈ ദിക്ർ നിങ്ങൾ 3 പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ ആ മലക്ക് ആ ചൊല്ലിയ ആളുകളോട് പറയും, അല്ലാഹു സുബ്ഹാനഹു തആല നിന്നിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ്, നിന്നെ നോക്കി നിൽക്കുകയാണ്. നീ എന്താണോ ചോദിക്കുന്നത് അത് നിനക്ക് തരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിനക്ക് എന്താണോ അല്ലാഹുവിൽ നിന്നും നിറവേറിക്കിട്ടേണ്ടത് അത് നീ ചോദിച്ചോ എന്ന് ആ മലക്ക് യാ അർഹമർ റാഹിമീൻ എന്ന് 3 പ്രാവശ്യം ചൊല്ലിയ ആളുകളോട് പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ, നമ്മുടെ ദുആ റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കാൻ നിങ്ങൾ യാ അർഹമർ റാഹിമീൻ എന്ന് 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യുക. എന്നാൽ നമ്മുടെ ദുആ റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കുന്നതാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരു വട്ടം ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്താൽ പോലും നമ്മുടെ ആവശ്യം അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി തരും. ചുരുങ്ങിയത് നിങ്ങൾ ഒരു 3 പ്രാവശ്യമെങ്കിലും ചൊല്ലുക. റബ്ബ് സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. കഴിയുമെങ്കിൽ ജീവിതത്തിൽ ദിവസവും ഒരു 100 പ്രാവശ്യം ഈ ഒരു ദിക്ർ നിങ്ങൾ പതിവായി ചൊല്ലുകയാണെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകില്ല, പ്രതിസന്ധികൾ ഉണ്ടാകില്ല, കടങ്ങൾ ഉണ്ടാകില്ല, രോഗങ്ങൾ ഉണ്ടാകില്ല. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ കാത്തു രക്ഷിക്കുന്നതാണ്. മാത്രമല്ല, നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റി തരികയും ചെയ്യും. നിങ്ങൾ തൊടുന്നതും നിങ്ങൾ തൊട്ടതും നിങ്ങൾ
തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതും നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും അല്ലാഹു സുബ്ഹാനഹു തആല വിജയം നൽകുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇഹലോകത്തും യാ അർഹമർ റാഹിമീൻ എന്ന ഈ ദിക്ർ ചൊല്ലുന്നവർക്ക് വിജയമേ ഉണ്ടാകുകയുള്ളൂ. പരാജയം ഒരിക്കലും റബ്ബ് സുബ്ഹാനഹു തആല നൽകുകയില്ല. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, യാ അർഹമർ റാഹിമീൻ എന്ന ഈ വാക്ക് സ്വർഗത്തിലേക്കുള്ളൊരു നിക്ഷേപമാണ്, സ്വർഗത്തിലെ ഒരു നിധിയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അർദ്ധരാത്രിയിൽ പാതിരാ സമയത്ത് തഹജ്ജുദിൻ്റെ സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കാനൊക്കെ നമ്മൾ എണീൽക്കുമല്ലോ, ആ സമയത്ത് നിങ്ങൾ 1000 പ്രാവശ്യം യാ അർഹമർ റാഹിമീൻ എന്ന് ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ട്. മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ, ഇഹലോകത്തെയും വിജയത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം ലഭിക്കാൻ വേണ്ടി, ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നമുക്ക് വളരെ വേഗത്തിൽ നിറവേറിക്കിട്ടാൻ പാതിരാ സമയത്ത് യാ അർഹമർ റാഹിമീൻ എന്ന് 1000 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്താൽ വളരെ വേഗത്തിൽ നമ്മുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി തരുന്നതാണ്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ വെറും 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്നാൽ തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി തരുന്നതാണ്. ഇനി കഴിയുമെങ്കിൽ നിങ്ങൾ അർദ്ധരാത്രിയിൽ 1000 പ്രാവശ്യം യാ അർഹമർ റാഹിമീൻ എന്ന് ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യുക. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം, ഏറ്റവും നല്ലത് 1000 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യുന്നതാണ്. ഇനി അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ ചുരുങ്ങിയത് 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്താലും ആ ദുആക്ക് ഇജാബത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും റബ്ബ് സുബ്ഹാനഹു തആല നിറവേറ്റിത്തരട്ടെ. ജീവിതത്തിൽ സമാധാനം നൽകട്ടെ. രോഗങ്ങളുള്ളവരുടെ രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല ശിഫ നൽകട്ടെ. കടങ്ങൾ അല്ലാഹു വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരട്ടെ. ഇഹലോകത്തും നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല വിജയം നൽകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, വലിയ വലിയ പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോയവർ, അതിന് എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങൾ യാ അർഹമർ റാഹിമീൻ എന്ന് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദിക്ർ നമുക്ക് ജീവിതത്തിൽ പതിവാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.